എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ കഥയിലേക്ക് സ്വാഗതം. കഥ പറയും ജപമാല. അതെ, പേര് പോലെ തന്നെ ഇന്ന് നമ്മൾ ജപമാലയുടെ കഥയാണ് പറയാൻ പോകുന്നത്. പരിശുദ്ധ കന്യാമരത്തിനെ സ്മരിക്കാനായി സഭ നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ആയുധമാണ് ജപമാല. ജപമാല ചൊല്ലുന്ന നാം എല്ലാവരും തന്നെ ഇതിന് പിറകിലുള്ള ചരിത്രം തിരക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്. എന്നാൽ നമുക്ക് ആ കഥയിലേക്ക് കടന്നാലോ? നമ്മുടെ ആദിമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് കർത്തൃപ്രാർത്ഥനയാണ്. ഒപ്പം തന്നെ പഴയ നിയമത്തിൻ്റെ സങ്കീർത്തനങ്ങളും ചൊല്ലാൻ മറന്നിട്ടില്ല. കാലക്രമേണ, അതായത് 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ക്രിസ്തീയ ജനങ്ങൾക്ക് പരിശുദ്ധ അമ്മയോടുള്ള സവിശേഷമായ ഭക്തി കൂടുകയുണ്ടായി. 13-ാം നൂറ്റാണ്ടിൽ അന്ന് ജീവിച്ചിരുന്ന സ്പെയിൻകാരനായ ഡൊമിനിക് എന്ന വിശുദ്ധൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ യൂറോപ്പ് മുഴുവൻ ബാധിച്ചിരിക്കുന്ന അൽപജീസിയൻ എന്ന പാഷണതയെ ഇല്ലാതാക്കണമേ. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന വിശുദ്ധ ഡൊമിനിക്കിന് മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് ജപമാല നൽകി എന്നുമാണ് വിശ്വാസം. പരിശുദ്ധ അമ്മ അദ്ദേഹത്തോടായി പറഞ്ഞു: നീ ഈ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന സകല കാര്യങ്ങളും സാധിച്ചു കിട്ടും. പ്രാർത്ഥനയുടെ ഫലമെന്നവണ്ണം അൽപജീസിയൻ എന്ന പാഷണതയെ ഇല്ലാതാക്കാൻ സാധിച്ചു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ലെപിറ്റോയോ എന്ന കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ജോൺ ഡുവാൻ എന്ന മനുഷ്യൻ തുർക്കികളുമായി യുദ്ധം ജയിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന വിശ്വാസികൾ 5-ാം മാർപ്പാപ്പയുടെ അടുത്ത് വന്ന് പറഞ്ഞു: ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അദ്ദേഹം ജപമാല കൈകളിലേന്തി വിശ്വാസികളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമെന്നവണ്ണം ഒക്ടോബർ മാസം വിശ്വാസികൾക്ക് വിജയം ലഭിച്ചു. ആ വിജയത്തിൻ്റെ സൂചന എന്നവണ്ണം മാർപ്പാപ്പ പ്രഖ്യാപിച്ചു: എല്ലാ വർഷവും ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഗ്രിഗറിയോസ് മാർപ്പാപ്പയും 13-ാം ലെയോ മാർപ്പാപ്പയും ഒക്ടോബർ മാസത്തിന് ഒരു സവിശേഷമായൊരു ഭക്തി മാതാവിന് വേണ്ടി നൽകിയത്. ഒരു സവിശേഷമായ ആയുധം എൻ്റെ കയ്യിലുണ്ടെന്ന് മദർ തെരേസ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ പരിശുദ്ധമായ ജപമാല കൈകളിലേന്തി നെഞ്ചോട് ചേർത്ത് നമുക്ക് പറയാം: ഈ ലോകത്തിൽ നിന്ന് എന്ത് ശക്തിക്കും തകർക്കാൻ പറ്റാത്ത വലിയ ഒരു ആയുധത്തിനുടമയാണ് നമ്മൾ ക്രിസ്ത്യാനികളെന്ന്. ഇതുപോലെയുള്ള വിശ്വാസത്തിൻ്റെ കഥകൾ കേൾക്കാനായി നമ്മുടെ ചാനലായ സ്റ്റോറി ഓഫ് ഫെയ്ത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈബിളിനെ സംബന്ധിച്ച് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ശേഖരിച്ച് നിങ്ങൾക്കായി കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.